നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. വി ആർ നോട്ട് ഒബ്ലിഗേറ്റഡ് ടു പാസ് ദി ബോൾ ടു ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫ്രാൻസിസ്കോ കോൺസിസാവോയുടെ മറുപടിയാണ്. ഇവിടെ കുറേ ആളുകൾ ക്രിസ്ത്യാനോക്ക് പാസ് കൊടുക്കുന്നില്ല, ക്രിസ്ത്യാനോയെ കളിക്കളത്തിൽ ഒറ്റപ്പെടുത്തുന്നു. കണ്ടിട്ടില്ല നിങ്ങൾ? ആകെ തകർക്കുകയാണ്. ഈ പോർച്ചുഗീസ് താരങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ പോയിട്ട് ആഗോള തലത്തിലുള്ള പ്രതിഭാസമാണ്. അപ്പോൾ ഒരു വേൾഡ് കപ്പിനിടയ്ക്ക് താരങ്ങൾ അതിനൊക്കെ മറുപടി പറയേണ്ട ഒരു അവസ്ഥ. പ്രസ് കോൺഫറൻസിലുള്ള ചോദ്യമാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പാസ് കൊടുക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതായത് ബോള് മറ്റു താരങ്ങൾക്ക് ഗോളടിക്കാനുള്ള സാഹചര്യവും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോഴും എല്ലാ ബോളുകളും ക്രിസ്ത്യാനോക്ക് പാസ് കൊടുക്കുക എന്നുള്ളൊരു രീതി, അതാണോ? അങ്ങനെ ഒരു ബാധ്യത നിങ്ങളുടെ മേലുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഡു യു എവർ ഫീൽ എ കോൺസ്റ്റൻറ്റ് ടെംപ്റ്റേഷൻ ഓൺ ദി പിച്ച് ടു ലുക്ക് ഫോർ ക്രിസ്ത്യാനോ റൊണാൾഡോ so that he can score and decide matches, even when in some moments that might not be the best tactical option given the positioning of the rest of the team? കോൺസിസാവോയുടെ ചോദ്യം, അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബാധ്യതയുണ്ടോ? പിച്ചിൽ എപ്പോഴും ക്രിസ്ത്യാനോക്ക് ബോൾ കൊടുക്കുക, എന്നിട്ട് അദ്ദേഹം ഗോൾ അടിക്കട്ടെ, എന്നിട്ട് ടീം ജയിക്കട്ടെ. അതിപ്പോൾ ആ മൊമെൻറ്റിൽ അദ്ദേഹത്തിന് പാസ് കൊടുക്കലല്ലാതെ മറ്റു ഓപ്ഷൻസ് അവിടെ ഉണ്ട്, താരങ്ങളുടെ പൊസിഷനിങ് ഒക്കെ മറ്റു വെച്ചിട്ട്. എന്നിട്ടും ക്രിസ്ത്യാനോക്ക് ബോൾ കൊടുക്കണം, പാസ് കൊടുക്കണം, അങ്ങനെയുള്ളൊരു ബാധ്യത നിങ്ങളുടെ മേലെ കെട്ടിവെച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിൻ്റെ മറുപടി ഏറെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം നോ എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബാധ്യതയില്ല. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ബാധ്യതയില്ല എന്ന് വളരെ കൃത്യമായിട്ട്. ക്രിസ്ത്യാനോ വിത്ത് ഹിസ് ഗോൾ സ്കോറിങ് എബിലിറ്റി, തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ ഗോൾ അടിക്കാൻ കപ്പാസിറ്റി ഉള്ള താരങ്ങൾ ഇല്ല, കുറവാണ്. പക്ഷേ വി ഡോണ്ട് ഹാവ് ദാറ്റ് ഒബ്ലിഗേഷൻ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബാധ്യതയില്ല. ദാറ്റ് നീഡ് ടു പാസ് ദി ബോൾ ടു ഹിം. എല്ലാ ബോളുകളും അദ്ദേഹത്തിന് പാസ് ചെയ്യാനുള്ള ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല. ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ബോൾ പാസ് ചെയ്യുന്നത് ഞാൻ ആ ഒരു മൊമെൻറ്റിൽ ബെസ്റ്റ് പൊസിഷൻഡ് ആയിട്ടുള്ള പ്ലെയർ ആരാണ് അയാൾക്കാണ് കൊടുക്കുക. അത് ക്രിസ്ത്യാനോ ആണോ മറ്റാളാണോ ഞാൻ നോക്കാറില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് വി ഹാവ് ടൈം ടു തിങ്ക് അബൌട്ട് ഹൂ ഈസ് ഓൺ മൈ സൈഡ്. ആരാണ് അവിടെ നിൽക്കുന്നത് നോക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. ബെസ്റ്റ് പൊസിഷൻ ആരാണ് അയാൾക്ക് അങ്ങ് കൊടുക്കും. അപ്പോൾ ആ ഒരു വിത്ത് ഇൻസ്റ്റിങ്ക്റ്റാണ് നമ്മൾ ഓരോ പാസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു മില്ലി സെക്കൻഡ്സിലെടുക്കുന്ന തീരുമാനമാണ്. അപ്പം മറ്റു കാര്യങ്ങൾക്കൊന്നും അവിടെ സമയമില്ല. ദർ ഇസ് നോ ടൈം ഫോർ ദാറ്റ്. ഇന്ന ആൾക്ക് കൊടുക്കണോ മറ്റേ ആൾക്ക് കൊടുക്കണോ എന്ന് ചിന്തിക്കാനുള്ള സമയമൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ആരാണ് അതിപ്പം ആരാ ബെസ്റ്റ് പൊസിഷൻ നിൽക്കുന്നത് അയാൾക്ക് കൊടുക്കും, അല്ലാതെ അത് ക്രിസ്ത്യാനോ ആണോ മറ്റേ ആളാണോ എന്ന് നോക്കാറില്ല, നോക്കാൻ പറ്റില്ല എന്ന് തന്നെ കൃത്യമായിട്ട് ഫ്രാൻസിസ്കോ കോൺസിസാവോ പറയുന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു. തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ അദ്ദേഹത്തിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഗോൾ സ്കോറിങ് കാപ്പബിലിറ്റി ഒക്കെ വെച്ച് മറ്റാരേക്കാളും ഗോൾ അടിക്കാൻ മികവുള്ള ആളാണ്, അൺമാച്ച്ഡ് ആണ്. എന്നാൽ അദ്ദേഹത്തിന് ബോൾ കൊടുക്കുക എന്നുള്ളത് ഞങ്ങൾക്കൊരു ബാധ്യതയായിട്ടില്ല. എല്ലാ ബോളും അദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ള ബാധ്യത ഒന്നുമില്ലാന്ന് തുറന്ന് പറയേണ്ടി വരുന്നു ഫ്രാൻസിസ്കോ കോൺസിസാവോക്ക്. ഇത് ഈ ആരാധകരെ കൊണ്ടുവന്നെത്തിച്ച ഒരു അവസ്ഥയാണ്. താരങ്ങളൊക്കെ ഇതിനൊക്കെ പ്രതികരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.